ഫ്രണ്ട്സ്, ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നാം ചെയ്യാൻ പോകുന്നത് PSC ഇതുവരെ ചോദിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിനും 5 സെക്കൻഡ് വീതം ടൈം. ഓപ്ഷൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക. കിട്ടുന്ന മാർക്ക് മെൻഷൻ ചെയ്യാനും മറക്കരുത്. 80-ലധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏത്? ഓപ്ഷൻ എ ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം. ഓപ്ഷൻ എ ജംഷഡ്പൂർ. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ജംഷഡ്പൂർ. ജംഷഡ്പൂർ തന്നെയാണ് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്. ജംഷഡ്പൂരിനെയാണ് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി. ഗോവയിലെ പ്രധാന നദി ഏത്? ഗോവയിലെ പ്രധാന നദി ഏത്? ഓപ്ഷൻ എ മണ്ഡോവി. മണ്ഡോവിയാണ് ഗോവയിലെ പ്രധാന നദി. ഓപ്ഷൻ എ. യൂണിഫോം സിവിൽ കോഡുള്ള ഏക സംസ്ഥാനം ഏത്? യൂണിഫോം സിവിൽ കോഡുള്ള ഏക സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗോവ. യൂണിഫോം സിവിൽ കോഡുള്ള ഏക സംസ്ഥാനമാണ് ഗോവ. ഓപ്ഷൻ ബി ഗോവ. ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മണ്ഡോവി. മണ്ഡോവി നദിയിലാണ് ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി മണ്ഡോവി. ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ? ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഗോവ? ഓപ്ഷൻ എ 25. 25ാമത്തെ സംസ്ഥാനമാണ് ഗോവ. ഓപ്ഷൻ എ 25. ഗോവയിലെ പ്രധാന തുറമുഖം എവിടെയാണ്? ഗോവയിലെ പ്രധാന തുറമുഖം എവിടെയാണ്? ഓപ്ഷൻ സി മർമഗോവ. മർമഗോവയാണ് ഗോവയിലെ പ്രധാന തുറമുഖം. ഓപ്ഷൻ സി മർമഗോവ. ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവ ഉൾപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഗോവ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് 1960-ൽ ഗുജറാത്ത് സംസ്ഥാനം രൂപവത്കരിച്ചത്? ഏത് സംസ്ഥാനം വിഭജിച്ചാണ് 1960-ൽ ഗുജറാത്ത് സംസ്ഥാനം രൂപവത്കരിച്ചത്? ഓപ്ഷൻ സി ബോംബെ. ബോംബെ വിഭജിച്ചാണ് 1960-ൽ ഗുജറാത്ത് സംസ്ഥാനം രൂപവത്കരിച്ചത്. ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന? ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന? ഓപ്ഷൻ സി ജൈനമതം. ജൈനമതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന. ഓപ്ഷൻ സി ജൈനമതം. ഏത് നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി നർമ്മദ.
നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി നർമ്മദ. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിന്റെ പഴയ പേര് എന്ത്? ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിന്റെ പഴയ പേര് എന്ത്? ഓപ്ഷൻ സി സുധാമപുരി. സുധാമപുരി എന്നാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിന്റെ പഴയ പേര്. ഏത് നദിയിലാണ് കക്രപാറ പദ്ധതി? ഏത് നദിയിലാണ് കക്രപാറ പദ്ധതി? ഓപ്ഷൻ ബി താപ്തി. താപ്തി നദിയിലാണ് കക്രപാറ പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടൈഡൽ പോർട്ട് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടൈഡൽ പോർട്ട് ഏതാണ്? ഓപ്ഷൻ സി കാണ്ട്ല. കാണ്ട്ലയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടൈഡൽ പോർട്ട്. ഓപ്ഷൻ സി കാണ്ട്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സ്ഥലമാണ് കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സ്ഥലമാണ് കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധമായത്? ഓപ്ഷൻ ഡി ലിറ്റിൽ റാൻ ഓഫ് കച്ച്. ലിറ്റിൽ റാൻ ഓഫ് കച്ച് ആണ് കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. ഓപ്ഷൻ ഡി ലിറ്റിൽ റാൻ ഓഫ് കച്ച്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗാർബ? ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗാർബ? ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗാർബ. ഓപ്ഷൻ എ ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ ഡി പിറോട്ടൻ. പിറോട്ടനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് സ്ഥാപിച്ചത്. ഓപ്ഷൻ ഡി പിറോട്ടൻ. ഏത് മലനിരകളിലാണ് പാലിത്താന സ്ഥിതി ചെയ്യുന്നത്? ഏത് മലനിരകളിലാണ് പാലിത്താന സ്ഥിതി ചെയ്യുന്നത്? പാലിത്താന നമ്മളിപ്പോൾ കേട്ട് പഠിച്ചേ ഉള്ളൂ അല്ലേ? എന്തായിരുന്നു പാലിത്താന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ് പാലിത്താന? ജൈന മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക്. അപ്പോൾ ഏത് മലനിരകളാണ് പാലിത്താന സ്ഥിതി ചെയ്യുന്നത്? ഏത് മലനിരകളിലാണ്? ഓപ്ഷൻ സി ശത്രുഞ്ജയ. ഓപ്ഷൻ സി ശത്രുഞ്ജയ മലനിരകളിലാണ് പാലിത്താന സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ശത്രുഞ്ജയ മലനിരകളിലാണ് പാലിത്താന സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ് ഏത് നദീ തീരത്താണ്? അഹമ്മദാബാദ് ഏത് നദീ തീരത്താണ്? ഓപ്ഷൻ ബി സബർമതി. സബർമതി നദീതീരത്താണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് ഏത് നദീതീരത്താണ്? ഓപ്ഷൻ ബി സബർമതി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഓപ്ഷൻ എ. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി ബാംഗ്ലൂർ. ബാംഗ്ലൂരാണ് ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ബി ബാംഗ്ലൂർ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്?
ഓപ്ഷൻ എ തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഓപ്ഷൻ എ തമിഴ്നാട്. ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ഓപ്ഷൻ ഡി ആസാം. ആസാമിലെ ഉത്സവമാണ് ബിഹു. ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം ഏത്? ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഗുജറാത്താണ് ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ഓപ്ഷൻ എ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയത്. ഓപ്ഷൻ എ മഹാരാഷ്ട്ര. കക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? കക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്തിലാണ് കക്രപ്പാറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ഓപ്ഷൻ എ ഗുജറാത്ത്. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗുജറാത്തിലാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഓപ്ഷൻ ബി ഗുജറാത്ത്. ഭീംബേട്ക ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭീംബേട്ക ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഭീംബേട്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏത്? ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. ഓപ്ഷൻ ബി ലക്നൗ. ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. ഓപ്ഷൻ ബി ലക്നൗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം. കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി 12. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത്. ഓപ്ഷൻ സി 12. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ഹരിയാന. ഹരിയാനയിലാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഓപ്ഷൻ ബി ഹരിയാന. ഹരിയാന സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് എന്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഹരിയാന സംസ്ഥാനത്തെ
ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് എന്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ പക്ഷികൾ. പക്ഷികളുടെ പേരാണ് ഹരിയാന സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ എ പക്ഷികൾ. തെയിൻ അണക്കെട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കുക. തെയിൻ അണക്കെട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ രഞ്ജിത് സാഗർ. രഞ്ജിത് സാഗർ എന്ന പേരിലാണ് തെയിൻ അണക്കെട്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ രഞ്ജിത് സാഗർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണ്? ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ. ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് നഗരത്തിന്റെ യോജന നിർമ്മാതാവ് ആര്? ചണ്ഡീഗഡ് നഗരത്തിന്റെ യോജന നിർമ്മാതാവ് ആര്? ഓപ്ഷൻ സി ലേ കർബൂസിയെ. ഓപ്ഷൻ സി ലേ കർബൂസിയെയാണ് ചണ്ഡീഗഡ് നഗരത്തിന്റെ യോജന നിർമ്മാതാവ്. ഓപ്ഷൻ സി ലേ കർബൂസിയെ. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭം ഏത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭം ഏത്? ഓപ്ഷൻ ഡി ബക്രാനങ്കൽ. ബക്രാനങ്കലാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭം. ഓപ്ഷൻ ഡി ബക്രാനങ്കൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? ഓപ്ഷൻ ബി ഷിംല. ഷിംലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഷിംല. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഷിംല. ഷിംലയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം. ഓപ്ഷൻ ഡി ഷിംല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹിമാചൽ പ്രദേശിലെ ഒരു പ്രാദേശിക ഭാഷ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹിമാചൽ പ്രദേശിലെ ഒരു പ്രാദേശിക ഭാഷ? ഓപ്ഷൻ എ പഹാരി. പഹാരി ഭാഷയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാചൽ പ്രദേശിലെ ഒരു പ്രാദേശിക ഭാഷ. ഓപ്ഷൻ എ പഹാരി. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓപ്ഷൻ ബി ഷിംല. ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ ബി ഷിംല. പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ രാജാവ് ആര്? കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ രാജാവ് ആര്?
ഓപ്ഷൻ സി ജഹാംഗീർ. ജഹാംഗീർ ആണ് കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ രാജാവ്. ഓപ്ഷൻ സി ജഹാംഗീർ. സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സലാൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. കോഡർമ ഖനി ഏത് ധാതുവിനാണ് പ്രസിദ്ധം? കോഡർമ ഖനി ഏത് ധാതുവിനാണ് പ്രസിദ്ധം? ഓപ്ഷൻ ഡി മൈക്ക. കോഡർമ ഖനി ഏത് ധാതുവിനാണ് പ്രസിദ്ധം? ഓപ്ഷൻ ഡി മൈക്ക. ജാദുഗുഡ ഖനി ഏതിനാണ് പ്രസിദ്ധം? ജാദുഗുഡ ഖനി ഏതിനാണ് പ്രസിദ്ധം? ഓപ്ഷൻ ഡി യുറേനിയം. ജാദുഗുഡ ഖനി യുറേനിയത്തിനാണ് പ്രസിദ്ധം. ഓപ്ഷൻ ഡി യുറേനിയം. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത്? ഓപ്ഷൻ എ മുൻ സോവിയറ്റ് യൂണിയൻ. മുൻ സോവിയറ്റ് യൂണിയനാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. ഓപ്ഷൻ എ മുൻ സോവിയറ്റ് യൂണിയൻ. സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ധൻബാദ്. ധൻബാദിലാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ധൻബാദ്. നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ഓഷ്യൻ റിസർച്ച് എവിടെയാണ്? നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ഓഷ്യൻ റിസർച്ച് എവിടെയാണ്? ഓപ്ഷൻ സി വാസ്കോഡഗാമയിലാണ്. ഓപ്ഷൻ സി വാസ്കോഡഗാമ. തിമ്മയ്യയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ ആരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്? തിമ്മയ്യയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ ആരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്? ഓപ്ഷൻ ഡി ബീജാപൂർ സുൽത്താൻ. ബീജാപൂർ സുൽത്താനിൽ നിന്നുമാണ് തിമ്മയ്യയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. ഓപ്ഷൻ ഡി ബീജാപൂർ സുൽത്താൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏത്? ഓപ്ഷൻ എ ഗോവ. ഓപ്ഷൻ എ ഗോവയാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആര്? ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ഡി ലേ കർബൂസിയെ. ഓപ്ഷൻ ഡി ലേ കർബൂസിയെയാണ് ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത്. ഓപ്ഷൻ ഡി ലേ കർബൂസിയെ. ഏത് നിലയിലാണ് കൊയാലി പ്രസിദ്ധി നേടിയിരിക്കുന്നത്? ഏത് നിലയിലാണ് കൊയാലി പ്രസിദ്ധി നേടിയിരിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എന്നിട്ട് കൊയാലി എന്തിനാണ് പ്രസിദ്ധമായിരിക്കുന്നതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ എണ്ണ ശുദ്ധീകരണശാല. എണ്ണ
ശാല എന്ന നിലയിലാണ് ഖൊയാലി പ്രസിദ്ധി നേടിയിരിക്കുന്നത്? ഓപ്ഷൻ എ എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി സൂറത്ത്. സൂറത്താണ് ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി. ഏതിനാണ് കാംബെ പ്രസിദ്ധി നേടിയിരിക്കുന്നത്? ഏതിനാണ് കാംബെ പ്രസിദ്ധി നേടിയിരിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക, കണ്ടുപിടിക്കാം. ഏതിനാണ് കാംബെ പ്രസിദ്ധി നേടിയിരിക്കുന്നത്? ഓപ്ഷൻ എ പെട്രോളിയം. പെട്രോളിയം ഉൽപാദനത്തിലാണ് കാംബെ പ്രസിദ്ധി നേടിയിരിക്കുന്നത്. സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ഭാവ്നഗർ. ഭാവ്നഗറിലാണ് സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഭാവ്നഗർ. പോർ വിമാനങ്ങളുടെ മെക്ക എന്നറിയപ്പെടുന്നത് ഏത്? പോർ വിമാനങ്ങളുടെ മെക്ക എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി ജാംനഗർ. ജാംനഗർ ആണ് പോർ വിമാനങ്ങളുടെ മെക്ക എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ജാംനഗർ. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത്? ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ചണ്ഡീഗഡ്. നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പാനിപ്പട്ട്. പാനിപ്പട്ടാണ് നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി പാനിപ്പട്ട്. താഴെ പറയുന്നവയിൽ ഹരിയാനയുമായി ബന്ധപ്പെട്ട വിശേഷണം ഏത്? താഴെ പറയുന്നവയിൽ ഹരിയാനയുമായി ബന്ധപ്പെട്ട വിശേഷണം ഏത്? ഓപ്ഷൻ എ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന വിശേഷണം ഹരിയാനയ്ക്കാണ് ഉള്ളത്. ഓപ്ഷൻ എ ഇന്ത്യയുടെ പാൽത്തൊട്ടിയാണ് ഹരിയാന. ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്ന സംസ്ഥാനം. പഴക്കുട. ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. മഹാഭാരത യുദ്ധഭൂമിയായ കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? മഹാഭാരത യുദ്ധഭൂമിയായ കുരുക്ഷേത്ര ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ഹരിയാന. ഹരിയാനയാണ് മഹാഭാരത യുദ്ധഭൂമിയായ കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയിലാണ്. ഓപ്ഷൻ സി ഹരിയാന. എല്ലാ വോട്ടർമാർക്കും ഐഡന്റിറ്റി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം ഏത്? എല്ലാ വോട്ടർമാർക്കും ഐഡന്റിറ്റി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഹരിയാന. ഹരിയാനയാണ് എല്ലാ വോട്ടർമാർക്കും ഐഡന്റിറ്റി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ എ ഹരിയാന. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏത്? ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏത്?
ഓപ്ഷൻ ഡി ധർമ്മശാല. ധർമ്മശാലയാണ് ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ധർമ്മശാല. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. കാശ്മീർ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആര്? കാശ്മീർ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആര്? ഓപ്ഷൻ ഡി ഷെയ്ഖ് അബ്ദുള്ള. ഓപ്ഷൻ ഡി ഷെയ്ഖ് അബ്ദുള്ളയാണ് കാശ്മീർ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്. ഓപ്ഷൻ ഡി ഷെയ്ഖ് അബ്ദുള്ള. ഏത് പ്രാചീന കൃതിയാണ് കാശ്മീരിൻ്റെ ചരിത്രം പ്രതിപാദിക്കുന്നത്? ഏത് പ്രാചീന കൃതിയിലാണ് കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ രാജതരംഗിണി. രാജതരംഗിണിയിലാണ് കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിൻ്റെ ഉൽപാദനത്തിലാണ് ജമ്മു കാശ്മീരിന് ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഉള്ളത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിൻ്റെ ഉൽപാദനത്തിലാണ് ജമ്മു കാശ്മീരിന് ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഉള്ളത്? ഓപ്ഷൻ സി കുങ്കുമം. കുങ്കുമത്തിൻ്റെ ഉൽപാദനത്തിലാണ് ജമ്മു കാശ്മീരിന് ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഉള്ളത്. ഓപ്ഷൻ സി കുങ്കുമം. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ തടാകം ഏത്? ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഓപ്ഷൻ ഡി വൂളാർ. വൂളാറാണ് ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ തടാകം. ഓപ്ഷൻ ഡി വൂളാർ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ റാഞ്ചി. റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി തുലിപ് ഗാർഡൻ ഏത് സംസ്ഥാനത്താണ്? ഇന്ദിരാഗാന്ധി തുലിപ് ഗാർഡൻ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് ഇന്ദിരാഗാന്ധി തുലിപ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്? ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്? ഓപ്ഷൻ സി 28. ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഓപ്ഷൻ സി 28. 1000 ഉദ്യാനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? 1000 ഉദ്യാനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഹസാരിബാഗ്. ഹസാരിബാഗ് ആണ് 1000 ഉദ്യാനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഹസാരിബാഗ് ആണ് 1000 ഉദ്യാനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഹസാരിബാഗ്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നത് ഏത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന സ്ഥലം. ഓപ്ഷൻ ബി ഷിംല. ഷിംലയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നത്. ഓപ്ഷൻ ബി ഷിംല. ഏത് സംസ്ഥാനത്താണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ഹരിയാന. ഹരിയാനയിലാണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഹരിയാന. ദ്വാരകനാഥ ക്ഷേത്രം ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ദ്വാരകനാഥ ക്ഷേത്രം ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനാണ് ദ്വാരകനാഥ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ശ്രീകൃഷ്ണൻ. പലമാവു ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പലമാവു ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് പലമാവു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ജാർഖണ്ഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൽക്കരി ഖനി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൽക്കരി ഖനി ഏതാണ്? ഓപ്ഷൻ സി ഝാരിയ. ഝാരിയയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൽക്കരി ഖനി. ഓപ്ഷൻ സി ഝാരിയ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ വളം നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇന്ത്യയിലെ പ്രഥമ വളം നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി സിന്ദ്രി. ടാറ്റാനഗർ എന്ന പേരിലും അറിയപ്പെടുന്ന നഗരം ഏത്? ടാറ്റാനഗർ എന്ന പേരിലും അറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ ഡി ജംഷഡ്പൂർ. ജംഷഡ്പൂർ ആണ് ടാറ്റാനഗർ എന്ന പേരിലും അറിയപ്പെടുന്ന നഗരം. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ തീരുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് 81 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ അറിയാത്തവയൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്